നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. ഇതോടെ വിവാദങ്ങൾക്ക് അറുതിയാകും. കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജ് എന്ന പേരിൽ പുനർനാമകരണം നടത്തുമെന്നും മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സരിത എസ് നായർ. കത്ത് തന്റെ സ്വകാര്യതയാണെന്നും എന്നാൽ ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്നും സരിത. സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 28ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. അവശ്യ മരുന്നുകളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് പി കരുണാകരൻ എം പി. മരുന്ന് വില വർധനയ്ക്കെതിരെ സമരം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. വിഷു വിപണി അരങ്ങു തകർക്കുന്നു. പടക്ക വിപണി സജീവം. ഫാൻസി പടക്കങ്ങൾ വിപണിയിലെ താരം. നെയ്ത്തുകാരന്റെ കരവിരുതറിയിച്ച് കൈത്തറി വസ്ത്ര വിപണന മേളകൾക്കും തുടക്കമായി. വാർത്തകൾ വിശദമായി. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതോടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് അറുതിയാകും. കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജ് എന്ന പേരിൽ പുനർനാമകരണം നടത്തുമെന്നും സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. അടുത്ത ക്യാബിനറ്റിൽ വെച്ചിട്ടുള്ളത് 3 പ്രാവശ്യമായി ക്യാബിനറ്റിൽ വെക്കണു. 2 കൊല്ലമായിട്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മെഡിക്കൽ കോളേജില്ല, മറ്റെല്ലാ ജില്ലയിലേക്കും ആയിട്ടുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ കോളേജാവാൻ ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം 1-2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അവസാനമായി ക്യാബിനറ്റിൽ വെച്ചിരിക്കുക. ഈ അടുത്ത ക്യാബിനറ്റിൽ വെച്ചിട്ടുണ്ട്. തീരുമാനമാവും മിക്കവാറും. ഖാദി മേഖലയെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവരുമെന്ന് സഹകരണ ഖാദി വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഓൺലൈൻ ഷോപ്പിംഗ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൺലൈൻ മാർക്കറ്റിംഗ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഖാദി ബോർഡ് ഓൺലൈൻ ഷോപ്പിംഗ് ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം അവതരിപ്പിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന പദ്ധതിയിലൂടെ മാർക്കറ്റിംഗ് രംഗം പൂർണ്ണമായ കമ്പ്യൂട്ടർവത്കരിക്കുകയാണ് ഖാദി ബോർഡ്. ഖാദി മേഖലയിൽ ജോലിയെടുക്കുന്നവർക്ക് മതിയായ വേതനം നൽകാൻ സാധിക്കുന്നില്ല. ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ ഉൽപാദനം വർദ്ധിപ്പിക്കാനാകണമെന്നും ഖാദിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താനും നവീകരിച്ച യന്ത്ര സംവിധാനങ്ങൾ ഉൾക്കൊള്ളിക്കാനും സർക്കാർ ഇടപെടണമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. നൂതനമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മാർക്കറ്റിംഗ് രംഗത്ത് വളരെ ശക്തിയായി ഇടപെടാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാർക്കറ്റിംഗ് ഇരട്ടിയായിട്ട് വന്നിരിക്കുക. ഇനി വളരെയധികം കൂടാൻ പോവുക. ഖാദിക്ക് ജനങ്ങൾ വളരെയധികം താല്പര്യം വെക്കുന്നുണ്ട്. വളരെയധികം ആൾക്കാർക്ക് ഖാദി ധരിക്കണമെന്ന് താല്പര്യം വന്നിരിക്കുക. അതിന് പ്രധാന കാരണം തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന മറ്റൊരു മാർഗം നോക്കില്ല. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ കെ പി നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. എ പി അബ്ദുള്ളക്കുട്ടി MLA, ഖാദി ബോർഡ് അംഗങ്ങളായ AS വേലായുധൻ, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, വി ബാബുരാജ്, മാർക്കറ്റിംഗ് ഡയറക്ടർ M സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സരിത എസ് നായർ. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കത്ത് തന്റെ സ്വകാര്യതയാണെന്നും എന്നാൽ ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്നും സരിത കൂട്ടിച്ചേർത്തു. സ്വകാര്യതയാണ്. എൻ്റെ സ്വകാര്യത കൈമാറാൻ ഈ ഇന്ത്യൻ രാജ്യത്ത് യാതൊരു നിയമവുമില്ല. അത് ഭരണഘടന വലിയ പബ്ലിക് ഡോക്യുമെൻ്റ് ഒന്നും അല്ലല്ലോ ഞാൻ എൻ്റെ ഇത് പിടിച്ചെടുക്കാനും ഞാൻ കൈമാറാനും. അതിൻ്റെ ആവശ്യമില്ല. ആ വന്ന കത്ത് എൻ്റെ അല്ലാന്ന് ഞാൻ ഡിനൈ ചെയ്തിട്ടുണ്ട്. അതിലെ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഞാൻ ഡിനൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ചിലപ്പം ഇതിനകത്ത് ഈ പറയുന്നത് പോലെയുള്ള വിഷയങ്ങളുണ്ടാകും. പക്ഷെ അത് എൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ രൂപ എനിക്ക് തന്ന വിഷയങ്ങളല്ല. അതാദ്യം മനസ്സിലാക്കണം. ഗവൺമെൻറ്റിൻ്റെ രൂപ ടീം സോളാർ വഴി പുറത്തേക്ക് പോയി നഷ്ടപ്പെട്ട കാര്യങ്ങളല്ല അതിൽ എഴുതിയിരിക്കുന്നത്. സരിത എന്ന് പറയുന്ന വ്യക്തിക്ക് വന്ന മാനസികമോ ശാരീരികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആയ നഷ്ടങ്ങളായിരിക്കും. അത് എൻ്റെ മാത്രം നഷ്ടങ്ങളാണ്. അതൊരിക്കലും സ്വകാര്യമായ ഒരു സ്വത്ത് പബ്ലിക് ഡോക്യുമെൻ്റ് ആയിട്ട് വിട്ടുകൊടുത്ത് ചാനലുകളിൽ ഇപ്പോൾ തന്നെ ഫേസ്ബുക്കിലൊക്കെ കണ്ടില്ലേ, TV അണക്കി ന്യൂസ് വായിക്കുന്ന സരിതയുടെ കഥ വരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് കഴിവതും ഞാനത് വിടാതിരുന്നത്. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 28ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. നവനീതം ഓഡിറ്റോറിയത്തിൽ പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അവശ്യ മരുന്നുകളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് പി കരുണാകരൻ MP പറഞ്ഞു. സമ്മേളനം നാളെ അവസാനിക്കും.
അവശ്യ മരുന്നുകളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം മരുന്നു കമ്പനികൾക്കാണ്. ഈ അധികാരം സർക്കാരിന് മാത്രമായി പരിമിതപ്പെടുത്തണം. മരുന്നുകളുടെ വിലക്കയറ്റം കൊണ്ടുമാത്രം 6 കോടി പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് പി. കരുണാകരൻ MP പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ വന്ന വലിയ മാറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകം ഏത് മേഖലയിലുമുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അത് ഈ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലാബുമായി ബന്ധപ്പെട്ട് മരുന്നുമായി ബന്ധപ്പെട്ടത് ക്ലിനിക്കുമായി ബന്ധപ്പെട്ട ഒട്ടേറെ റിസർച്ചുകൾ ഈ കാലഘട്ടത്തിൽ നടക്കുകയും അതിൻ്റെ ഭാഗമായി 1970-കളിൽ നിന്നും വ്യത്യസ്തമായ വളരെ വലിയ രീതിയിലേക്ക് നമ്മുടെ ഔഷധ മാനുഫാക്ചറിംഗ് മേഖല മാറുകയും ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KA സരള, BJP ദേശീയ സമിതി അംഗം PK വേലായുധൻ, ഫാർമസിസ്റ്റ് കൗൺസിൽ പ്രസിഡന്റ് B രാജൻ, അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളർ CK മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണൽ ഖനന നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 27 മുതലാണ് ജില്ലയിൽ മണൽ ഖനനം പൂർണ്ണമായും നിരോധിച്ച് കലക്ടർ ഉത്തരവിട്ടത്. ചെങ്കൽ കരിങ്കൽ മേഖലയിൽ ഇപ്പോഴും പൂർണ്ണതോതിൽ ഖനനാനുമതി ലഭിച്ചിട്ടില്ല. ഇതോടെ കെട്ടിട നിർമ്മാണ മേഖലയാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ആനുകൂല്യങ്ങൾ വർധനം കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടു. അതിൽ നിലനിൽക്കുന്ന ബാക്കി പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പ് മന്ത്രി വീണ്ടും ചർച്ച ചെയ്യാൻ യൂണിയൻ പ്രതികളെ വീണ്ടും ചർച്ച ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടന്നു. വീണ്ടും ചർച്ച നടക്കാൻ വേണ്ടി പോയി. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി തൊഴിൽ വകുപ്പ് മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഈ സമരം പിൻവലിക്കണം. CP മുരളി അധ്യക്ഷത വഹിച്ചു. ആലി കുഞ്ഞിപ്പന്നിയൂർ, വാടി രവി, അരക്കൻ ബാലൻ, A പ്രേമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് കാറ് തകർന്നു. യോഗശാല റോഡിലെ പോലീസ് ക്വാർട്ടേഴ്സിന് സമീപമാണ് ഓൾട്ടോ കാറിന് മുകളിൽ പ്ലാവ് വീണത്. ആളപായമില്ല. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരച്ചില്ലകൾ മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. ഇതോടെ വിവാദങ്ങൾക്ക് അറുതിയാകും. കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജ് എന്ന പേരിൽ പുനർനാമകരണം നടത്തുമെന്നും മന്ത്രി CN ബാലകൃഷ്ണൻ. കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സരിത S നായർ. കത്ത് തന്റെ സ്വകാര്യതയാണെന്നും എന്നാൽ ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്നും സരിത. സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സരിത S നായർ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 28ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പി. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അവശ്യ മരുന്നുകളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് പി. കരുണാകരൻ MP. മരുന്ന് വില വർധനയ്ക്കെതിരെ സമരം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. വിഷു വിപണി അരങ്ങ് തകർക്കുന്നു. പടക്ക വിപണി സജീവം. ഫാൻസി പടക്കങ്ങൾ വിപണിയിലെ താരം. നെയ്ത്തുകാരന്റെ കരവിരുതറിയിച്ച് കൈത്തറി വസ്ത്ര വിപണന മേളകൾക്കും തുടക്കമായി. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് ഫ്രം ഭീമ. Koili Heart Center, Koili Hospital, Kannur. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. The Wedding Planet, South Bazaar, Kannur. B&S പ്ലേറ്റിൽ കുറഞ്ഞ വൈദ്യുതി, നിറഞ്ഞ സംതൃപ്തി. B&S പ്ലേറ്റ്. Buy one get one free. Design Square. Royal India, Thana Junction, Thana, Kannur. 21 ഷോറൂമുകൾ, 1 കോടിയിലേറെ മാംഗല്യങ്ങൾ. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. മെട്രോ ഹൈപ്പർ മാർക്കറ്റ്, SN പാർക്ക് റോഡ്, കണ്ണൂർ. സ്വപ്നങ്ങളാൽ നെയ്തെടുത്ത പട്ടിൻ പ്രൗഢി കാഞ്ചി സിൽക്സ്. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. വാർത്തകൾ തുടരുന്നു. വിഷു ആഘോഷങ്ങൾക്ക് മോടി കൂട്ടാൻ ജില്ലയിൽ പടക്ക വിപണികൾ സജീവമായി. വിഷു ആയതോടെ നിരവധി പേരാണ് പടക്ക വിപണികളിലെത്തുന്നത്. കേരളത്തിൽ ഇതാദ്യമായി ഹരിയാനയിൽ നിന്നും പടക്കമെത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. മണ്ണിലും വിണ്ണിലും വർണ്ണങ്ങൾ വാരി വിതറാൻ സമയമായി.
ഇത്തവണത്തെ പടക്ക വിപണികളിലെല്ലാം അലയടിക്കുന്ന ശബ്ദം മിഠായികളുടെ പേരിലിറക്കിയ പടക്കങ്ങളെക്കുറിച്ചാണ്. കിറ്റ്കാറ്റ്, കിൻഡർ ജോയ് എന്നിങ്ങനെ നീളുന്നു അവ. പടക്കങ്ങളുടെ കവറിനു പുറത്ത് കാർട്ടൂൺ ചിത്രങ്ങളും കൂടിയാവുമ്പോൾ കുട്ടികൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട. വർഷങ്ങളായി ശിവകാശിയിൽ നിന്നുമാണ് കേരളത്തിൽ വിൽപ്പനയ്ക്കുള്ള പടക്കങ്ങൾ എത്തുന്നത്. എന്നാൽ ഇത്തവണ ഹരിയാനയിൽ നിന്നുള്ള ഒരു അതിഥി കൂടിയുണ്ട് കേരളത്തിലെ മാർക്കറ്റിൽ. കണ്ടാൽ ഒരു തേങ്ങയുടെ വലിപ്പമേ ഉള്ളൂവെങ്കിലും അതിഥിക്ക് പുതുമകളേറെ. പൂക്കുറ്റിയോട് സാമ്യമുള്ള ഈ പടക്കം സിൽവർ, ഗോൾഡൻ നിറങ്ങളിലാണ് ഇറക്കിയിട്ടുള്ളത്. ഈ വർഷം സാധനങ്ങളിൽ ചൈനീസ് ഐറ്റംസ് തന്നെ, ചൈനീസ് മെത്തേഡ് ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഉള്ളത് എന്ന് വെച്ചാൽ സാധാരണ ശിവകാശിയിൽ നിന്നാണ് പടക്കങ്ങൾ ഭൂരിഭാഗമായിട്ട് വരാറ്. എന്നാലും വന്നതിൽ ഹരിയാനയിൽ നിന്ന് വന്ന ഒരു പൂക്കിറ്റിയാണ്. ആ പൂക്കിറ്റി 40 രൂപ മുതൽ ഏതാണ്ട് 150 രൂപ വരെയുള്ള വിവിധ വണ്ണത്തിലുള്ള പൂക്കിറ്റികളുണ്ട്. ഏതാണ്ട് 2 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഗോൾഡൻ കളറിൽ ശക്തമായിട്ട് നല്ല ടൈമിങ്ങോടുകൂടി പ്രവർത്തിക്കുന്ന പൂക്കിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പൊട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആകാശത്ത് വർണ്ണങ്ങൾ വിരിയിക്കുന്ന പൂവെടികൾ, ഒരുപാട് വെറൈറ്റിയിലുള്ള പൂവെടികൾ ഞങ്ങളുടെ കടയിൽ സ്റ്റോക്കുണ്ട്. ഗംഭീര ശബ്ദത്തോടുകൂടി പൊട്ടുന്ന പടക്കങ്ങളെക്കാൾ ജനങ്ങൾക്ക് പ്രിയം വർണ്ണശബളമായ ഫാൻസി ഇനങ്ങളോടാണ്. കമ്പിത്തിരി, പൂക്കുറ്റി, നാട, നിലച്ചക്രം തുടങ്ങി ഒഴിച്ചുകൂടാനാവാത്ത ഇനങ്ങളും മാർക്കറ്റിൽ സുലഭം. 50 രൂപ മുതൽ 12,000 രൂപയുടെ കോയപ്പടക്കം വരെയാണ് മാർക്കറ്റിലുള്ളത്. എന്നാൽ ആദ്യകാലങ്ങളിൽ കണ്ടുവന്ന പാമ്പ് ഗുളികകൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ ഉണ്ടെങ്കിലും ഇവ മാർക്കറ്റിൽ ലഭ്യമല്ല. മലയാളികൾക്ക് പടക്കം പൊട്ടിക്കൽ ആഘോഷങ്ങൾക്കപ്പുറം ആചാരം കൂടിയാണ്. കണി കണ്ടതിന് ശേഷം പടക്കം പൊട്ടിക്കുമ്പോൾ മാത്രമേ മലയാളികളുടെ വിഷു പൂർണ്ണമാകൂ. റോഡ് അപകടത്തിൽ പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചയാൾക്ക് കണ്ണൂർ ട്രാഫിക് പോലീസിന്റെ ആദരം. ഇക്കഴിഞ്ഞ 26-ാം തീയതി കാൾടെക്സിൽ വെച്ചുണ്ടായ റോഡ് അപകടത്തിൽ പരിക്കേറ്റയാളെ AKG ആശുപത്രിയിൽ എത്തിച്ച പെരിങ്ങോം സ്വദേശി യൂസഫിനെയാണ് ട്രാഫിക് പോലീസ് ഉപഹാരം നൽകി ആദരിച്ചത്. കണ്ണൂർ DYSP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CI ആസാദ്, ട്രാഫിക് SI ഷാജി പട്ടേരി, KPA ജില്ലാ കമ്മിറ്റി അംഗം TC രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തന്റെ സമയവും മറ്റ് എല്ലാ തിരക്കുള്ള പരിപാടികളും മാറ്റിവെച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ എല്ലാവരും ആദ്യം വേർനിടയിൽപ്പെട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആളുടെ പടമെടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് വിജയങ്ങളെ കാണാൻ പറ്റുക. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാതല തിരിച്ചറിയൽ കാർഡ് വിതരണം നടന്നു. ഗുരുഭവനിൽ ജില്ലാ കളക്ടർ P. ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. AKPA ജില്ലാ പ്രസിഡന്റ് ദിനേഷ് കുമാർ പരിയാരം അധ്യക്ഷത വഹിച്ചു. AKPA ജനറൽ സെക്രട്ടറി PV ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. MM വിനോദ് കുമാർ, P. ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ജൈവ രീതിയിൽ പഴുപ്പിച്ചെടുത്ത കുറ്റ്യാട്ടൂർ മാമ്പഴങ്ങൾക്ക് വൻ ഡിമാൻഡ്. കുറ്റ്യാട്ടൂർ കർഷക സമിതിയാണ് നല്ല രുചിയും ഗുണവുമുള്ള മാമ്പഴങ്ങളുമായി വിപണിയെ കീഴടക്കിയത്. കാർബൈഡും മറ്റ് രാസവസ്തുക്കളും ചേർത്ത് പഴുപ്പിച്ചെടുത്ത മാങ്ങകളല്ലിത്. ജൈവ രീതിയിൽ വൈക്കോലും കാഞ്ഞിരത്തിലയും ചേർത്ത് പഴുപ്പിച്ചെടുത്ത ലോകപ്രശസ്തമായ കുറ്റ്യാട്ടൂർ മാമ്പഴങ്ങളാണ്. കുറ്റ്യാട്ടൂർ വെള്ളുവയലിലെ ആസ്ഥാനത്ത് 2 ആഴ്ച മുമ്പാണ് മാമ്പഴ വിപണി സജീവമായത്. മൂപ്പെത്തിയ മാങ്ങകൾ നിലത്ത് വീഴാതെ പറിച്ചെടുത്ത് നിരയായി വെച്ച ശേഷം കാഞ്ഞിരത്തിലെയും വൈക്കോലും കൊണ്ട് മൂടിവെച്ച മാങ്ങകൾ 5-6 ദിവസം കൊണ്ട് പഴുക്കും. കുറ്റ്യാട്ടൂർ മാമ്പഴങ്ങൾക്ക് വൻ ഡിമാൻഡാണ്. ഗുണമേന്മ തന്നെയാണ് പ്രധാന കാരണമെന്നാണ് സംഘം സെക്രട്ടറി B. കൃഷ്ണൻ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ തലശ്ശേരി, അതുപോലെ തന്നെ ഇരട്ടി, മുണ്ടേരി മുട്ട പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ മാമ്പഴം ഈ കാർബൈഡ് വെച്ച് പഴുപ്പിക്കുന്നത് മൂലം അതിൽ ബന്ധപ്പെട്ട അധികാരികൾ പിടിച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് മാങ്ങ സംഭരിച്ചുകൊണ്ട് ഈ പച്ചമാങ്ങ വൈക്കോലും കാഞ്ഞിര ഇലയും ഉപയോഗിച്ചുകൊണ്ട് പഴുപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള രീതി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ എല്ലാ ആളുകൾക്കും ഈ മാമ്പഴം വാങ്ങിക്കണം എന്നൊരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന കച്ചവടക്കാർ മൂപ്പെത്താത്ത മാങ്ങകൾ പറിച്ച് കാർബൈഡ് ചേർത്ത് വെച്ചാണ് പഴുപ്പിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിൽ മാങ്ങകൾ പഴുത്തു കിട്ടും. എന്നാൽ ഇങ്ങനെ പഴുപ്പിക്കുന്ന മാങ്ങകൾക്ക് ഒരിക്കലും കുറ്റ്യാട്ടൂർ മാങ്ങയുടെ സ്വാഭാവിക രുചിയോ നിറമോ മധുരമോ ലഭിക്കില്ല. 2010-ലാണ് കുറ്റ്യാട്ടൂർ മാവ് കർഷക സംഘം ആരംഭിക്കുന്നത്. കർഷകരിൽ നിന്നും നേരിട്ടാണ് മാമ്പഴങ്ങൾ സംഭരിക്കുന്നത്. ന്യായമായ വിലയും നൽകുന്നു. മാമ്പഴങ്ങൾ വിറ്റുതീർക്കാനും സ്ഥിരം വിപണി കണ്ടെത്തി. കണ്ണൂർ നഗരത്തിലടക്കം വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ആലോചനയുണ്ടെന്ന് B. കൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ ടൗൺ മേഖലകളിലെല്ലാം ഈ അച്ചാർ കൊടുക്കാൻ, നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണയുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ
അത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കും. ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ. കണ്ണൂർ, അതുപോലെ തന്നെ തലശ്ശേരി, തളിപ്പറമ്പ്, മയ്യിൽ പോലുള്ള മേഖലകളിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ നമ്മുടെ ജില്ലക്കകത്ത് തന്നെ ഉണ്ട്. വേനൽ മഴയാണ് കുറ്റ്യാട്ടൂർ മാങ്ങയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി. മഴ പെയ്താൽ മാങ്ങകൾ ചീഞ്ഞു പോകും, കൂടാതെ പുഴുബാധയുമേൽക്കും. മഴയ്ക്ക് മുമ്പേ മാമ്പഴങ്ങൾ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കൃഷിക്കാരും കച്ചവടക്കാരും. ശ്രീ ഭക്തിവർദ്ധിനി യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സനാതന ധർമ്മ പഠന ശിബിരം സംഘടിപ്പിച്ചു. SN വിദ്യാമന്ദിറിൽ പരിസ്ഥിതിയും ഭാരതീയ സംസ്കാരവും എന്ന വിഷയത്തിൽ ഡോക്ടർ P. മനോഹരൻ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾക്കായി യോഗാസനവും കരകൗശല പരിശീലനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പഠന ശിബിരം മറ്റന്നാൾ സമാപിക്കും. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക, എങ്ങനെയെങ്കിലും പാസ്സാവുക, എങ്ങനെയെങ്കിലും മറ്റവനെ കടത്തിവിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നേറുമ്പോൾ നാം നമ്മുടെ മൂല്യബോധം വിസ്മരിക്കുന്നു. അപ്പോൾ നമ്മുടെ മൂല്യബോധമില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു ജനതയായി തീരുന്നു ഇങ്ങനെ വളരുന്നതായ കുട്ടികൾ. കുട്ടികൾ അങ്ങനെ വളരാൻ പാടില്ല. മൂല്യബോധമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. സംസ്കാര സമ്പന്നരും മൂല്യാധിഷ്ഠിത ചിന്തയുമുള്ള കുട്ടികളായിരിക്കണം നമുക്ക് വേണ്ടത്. വളപട്ടണം മാഹി ബൈപ്പാസിനായി സ്ഥലം വിട്ടു നൽകിയവരുടെ കൺവെൻഷൻ താവക്കര UP സ്കൂളിൽ സംഘടിപ്പിച്ചു. AP അബ്ദുള്ളക്കുട്ടി MLA അധ്യക്ഷത വഹിച്ചു. ഏറ്റെടുത്ത ഭൂമിയുടെ മാർക്കറ്റ് വില നൽകി ഉടമകളെ പുനരധിവസിപ്പിക്കാനും റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുഴാതി പഞ്ചായത്ത് പ്രസിഡന്റ് P. രാമകൃഷ്ണൻ, തഹസിൽദാർ മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കണ്ണൂർ പത്രങ്ങളിലൂടെ. ജില്ലയിലെ 8 പട്ടികവർഗ കോളനികളിൽ അടിസ്ഥാന സമഗ്ര വികസന പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി മാതൃഭൂമിയിൽ വാർത്തയായി. കോളനികളിൽ രൂപവൽക്കരിക്കുന്ന ഊരുകൂട്ടം തയ്യാറാക്കുന്ന പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീട്, റോഡ്, വൈദ്യുതി, ശുചിമുറി തുടങ്ങിയവ നിർമ്മിക്കാനാണ് പദ്ധതി. ഏജന്റ് വഴിയല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ അപേക്ഷിച്ചയാൾക്ക് തലശ്ശേരി ജോയിന്റ് RT ഓഫീസിൽ നിന്നും തലമാറ്റൽ പണി കിട്ടിയതായി മനോരമയിൽ വാർത്തയായി. കൂടാളിയിലെ VPU ഷിബിലിന്റെ ലൈസൻസിലാണ് ഈ അബദ്ധം സംഭവിച്ചത്. അച്ചടി പ്രസിദ്ധീകരണ രംഗത്ത് 10 വർഷം പൂർത്തിയാക്കിയ മുരിങ്ങേരി UP സ്കൂളിനെ കുറിച്ച് ചന്ദ്രികയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 2005-ലാണ് ആദ്യമായി അച്ചടി പുസ്തകം ഇറക്കിയത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ 7 പതിപ്പുകളാണ് ഇതിനകം പുറത്തിറക്കി. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പാളയം റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. ആഴ്ചകളായി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. വേനൽ കടുത്തതോടെ കുടിവെള്ള പ്രയാസം രൂക്ഷമായ മേഖലയാണ് അഞ്ചരക്കണ്ടി. പൈപ്പ് പൊട്ടിയും ചോർന്നും ഗാലൻ കണക്കിന് വെള്ളം റോഡിലൂടെ ഒഴുകിയിട്ടും അധികൃതർ ഒരു നടപടിയും എടുക്കുന്നില്ല. കാവൻമൂല, കണ്ണാടി വെളിച്ചം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലും പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത് പതിവ് കാഴ്ചയാണ്. ഈ വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ പമ്പിംഗ് നിർത്തി അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളം ഒരുപാട് പോയി, നമുക്കെല്ലാം കാണുമ്പോൾ സങ്കടമാകുന്നു. പിന്നെ ഇതിൻ്റെ ക്ഷാമമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കിണറിൽ നിങ്ങൾ വന്ന് നോക്കും, ഒരു തുള്ളി വെള്ളമില്ല. ഇന്നലെ ഒറ്റ ദിവസം വെള്ളം നിൽക്കുമ്പോഴേക്ക് തന്നെ നന്ന വിഷമിച്ചു പോയി. വെള്ളം എത്ര ഒഴുകിപ്പോയി, ഇതിപ്പോൾ ശക്തി കുറഞ്ഞിട്ടാണ്. നല്ല ശക്തിയുള്ള സമയത്ത് പമ്പ് ചെയ്തിട്ട് കിണർ ഇതുപോലെ കടൽ പോലെ ചെയ്യുക, അങ്ങ് റോഡിൽ അങ്ങേ തല വരെ വെള്ളം ഉണ്ടാവും. നെയ്ത്തുകാരൻ്റെ സാന്നിധ്യം അറിയിച്ചൊരു കൈത്തറി വസ്ത്ര വിപണനമേള കണ്ണൂർ സെൻട്രൽ പ്ലാസിലെ കോഓപ്ടെക്സ് കൂൾ കംഫർട്ട് മേളയിലാണ് നെയ്ത്തുകാരൻ്റെ ചിത്രവും വിവരങ്ങളും പ്രദർശിപ്പിച്ച് മേള സംഘടിപ്പിക്കുന്നത്. യഥാർത്ഥ കൈത്തറി വസ്ത്രം എന്ന് പറയുക മാത്രമല്ല, കണ്ണൂരിലെ കോഓപ്ടെക്സിന്റെ കൂൾ കംഫർട്ട് മേളയിൽ ഇത് യാഥാർത്ഥ്യമാവുകയാണ്. സാരി തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപക്ഷെ ആരും തന്നെ ചിന്തിച്ചിട്ടുണ്ടാവില്ല തിരഞ്ഞെടുത്ത സാരിയുടെ ഉറവിടത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മനോഹരമായി നെയ്തെടുത്ത നെയ്ത്തുകാരനെ കുറിച്ചോ നെയ്ത്തുകാരിയെ കുറിച്ചോ. എന്നാൽ മേളയിലെ സാരികളിൽ നെയ്ത്തുകാരുടെ മുഖം വ്യക്തം. നെയ്ത്തുകാരുടെ പേരും സ്ഥലവും ചിത്രവും അത് നെയ്യാനെടുത്ത ദിവസങ്ങളുടെയും ഉപയോഗിച്ച നൂലുകളുടെയും, എന്തിനേറെ പറയുന്നു നെയ്ത്തുകാരന്റെ കാലുകളുടെയും കൈകളുടെയും ചലനം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷു പ്രമാണിച്ച് 20% സർക്കാർ റിബേറ്റ് നൽകുന്നുണ്ട്. കാഞ്ചീപുരം, സോഫ്റ്റ്, എംബ്രോയിഡറി വിഭാഗത്തിൽപ്പെട്ട സാരികളാണ് മേളയിലെ ആകർഷണങ്ങൾ. 300 രൂപ മുതൽ 10,000 രൂപ വരെയാണ് കൈത്തറികളുടെ വില. 15-ന് മേള സമാപിക്കും. കുറ്റ്യേരി പാലം പണി ത്വരിതപ്പെടുത്തുക, അധികൃതരുടെയും കരാറുകാരുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക, ജനങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുക, സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച്
CPIM പരിയാരം കുറ്റ്യേരി ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM സംസ്ഥാന സമിതി അംഗം ജെയിംസ് മാത്യു MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. PM റഷീദ് അധ്യക്ഷത വഹിച്ചു. മനു തോമസ്, CM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരാറുകാരന്റെ നിലപാട് അദ്ദേഹം എടുത്ത നിരവധി പ്രവർത്തികൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട കാശ് കിട്ടുന്നില്ല എന്നാണ്. ഞാൻ ചോദിച്ചത് അദ്ദേഹത്തോട്, ഇതൊക്കെ കണക്കിലെടുക്കാതെയാണോ നിങ്ങൾ വർക്കെടുത്തത്? അങ്ങനെ വർക്കെടുത്ത് യഥാസമയം പൂർത്തീകരിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രയാസത്തിന് ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? എന്നാൽ കരാറുകാരനെ സംബന്ധിച്ച് ഒരു നിലയിലും സമയബന്ധിതമായിട്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭ രാജിവെക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സമാപനമായി. അഴിമതിയും അധാർമികതയും നിറഞ്ഞ മുന്നണിയായി UDF മാറിയെന്ന് ജാഥ ലീഡർ P. ജയരാജൻ ആരോപിച്ചു. മന്ത്രിസഭ രാജിവെക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് 22-ന് നടക്കുന്ന LDFന്റെ കലക്ട്രേറ്റ് ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. അഴിമതിയും അധാർമികതയും നിറഞ്ഞ മുന്നണിയായി UDF അധപ്പതിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന് അപമാനകരമായ ഭരണമാണ് UDF നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്നത്. ഇതിനെതിരെ രാഷ്ട്രീയത്തിനതീതമായ പ്രതിഷേധം ഉയർന്നുവരികയാണെന്നും ജയരാജൻ പറഞ്ഞു. ഇന്നിപ്പോ അഴിമതി കേസിൽ പ്രതിയാണ് മാണി. എങ്ങനെയാണ് അദ്ദേഹത്തെ പ്രതിയാക്കിയത്? ഒരു സ്വകാര്യ അന്യായത്തിൽ വന്നതല്ലല്ലോ. കേരളത്തിലെ ബാറുടമകളുടെ സംഘടനാ നേതാവ് കൊടുത്ത പരാതിയെ തുടർന്ന് അഴിമതി അന്വേഷിക്കുന്ന വിജിലൻസ് വകുപ്പ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി 42ാമത്തെ ദിവസം നൽകിയിട്ടുള്ള FIR-ൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു മാണിയെ. വെള്ളൂർ രാജൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ, C. രവീന്ദ്രൻ, നിസാർ അഹമ്മദ്, അഷ്റഫ് പുറവൂർ, ഹമീദ് ഇരിണാവ എന്നിവർ സംസാരിച്ചു. ശിവശക്തി ഓയിൽ കമ്പനിയുടെ കേരശ്രീ വെളിച്ചെണ്ണയിൽ മായം കലർന്നിട്ടില്ലെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൈക്രോ ഫിൽട്ടർ ചെയ്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വെളിച്ചെണ്ണ പുറത്തിറക്കുന്നത്. ശിവശക്തി ഓയിൽ മില്ലിൻ്റെ കേരശ്രീ വെളിച്ചെണ്ണയുടെ അനലിറ്റിക്കൽ റിപ്പോർട്ടിൽ അയഡിൻ വാല്യൂ 8.69 ആണ്. 8 മുതൽ 10 വരെയാണ് അയഡിൻ വാല്യൂ അംഗീകരിച്ചത്. കേരശ്രീ എന്ന് മാത്രം നോക്കി വാങ്ങിക്കാതെ, അതായത് ശിവശക്തി ഓയിൽ മിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന എണ്ണയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ വാങ്ങിക്കാവുന്നതാണ്. ഇതുവരെയുള്ള സഹകരണം, അതായത് ഇത്രയും കാലം നമുക്ക് നല്ലൊരു സഹകരണം മാർക്കറ്റിൽ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് തുടർന്നും ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത് ഞങ്ങളുടെ ഇടയിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ശിവശക്തി ഓയിൽ മില്ല് പ്രൊഡക്റ്റ് ചെയ്യുക കുടിക്കുമട്ടയാണ് നമ്മൾ മില്ല് വർക്ക് ഉള്ളത്. അപ്പോൾ ആ അഡ്രസ്സിൽ തന്നെയുള്ള പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രൊഡക്റ്റായ കേരശ്രീ, അത് 500 ലിറ്റർ പാക്കറ്റുകളിലാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അറിയിപ്പുകൾ. ജില്ലയിലെ പുതിയ LDC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ യോഗം കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ 12-ന് 11 മണിക്ക് ചേരും. വിശദവിവരങ്ങൾക്ക് 9567342858 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. C. കണ്ണൻ സ്മാരക പഠന കേന്ദ്രം C. കണ്ണൻ ചരമദിനാചരണത്തിന്റെ ഭാഗമായി നാളെ 4 മണിക്ക് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ അറിവരങ്ങ് 2015 എന്ന പേരിൽ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. PK ശ്രീമതി MP ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിവിധ തസ്തികകളിലേക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വാക്ക് ആൻഡ് ഇന്റർവ്യൂ നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 18-നകം പേര് നൽകണം. ഫോൺ നമ്പർ 049727076010. സോഷ്യൽ ആക്ഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി നാളെയും 12-നും നടത്താനിരുന്ന ലഹരി ആസ്വാദന പരിശീലന കളരി മെയ് 2-ാം വാരത്തിലേക്ക് മാറ്റിയതായി ജനറൽ സെക്രട്ടറി അറിയിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ജില്ലാ ബോക്സിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സൗജന്യമായി ബോക്സിംഗ് പരിശീലനം നടത്തുന്നു. 10 വയസ്സു മുതൽ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. താല്പര്യമുള്ളവർ 16-ന് 9 മണിക്ക് സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 9447300220. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. ഇതോടെ വിവാദങ്ങൾക്ക് അറുതിയാകും. കണ്ണൂർ ജില്ലാ മെഡിക്കൽ കോളേജ് എന്ന പേരിൽ പുനർനാമകരണം നടത്തുമെന്നും മന്ത്രി CN ബാലകൃഷ്ണൻ. കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സരിത S. നായർ. കത്ത് തന്റെ സ്വകാര്യതയാണെന്നും എന്നാൽ ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്നും സരിത.
സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായർ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 28ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി. പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. അവശ്യ മരുന്നുകളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് പി കരുണാകരൻ എം പി. മരുന്ന് വില വർധനയ്ക്കെതിരെ സമരം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. വിഷു വിപണി അരങ്ങു തകർക്കുന്നു. പടക്ക വിപണി സജീവം. ഫാൻസി പടക്കങ്ങൾ വിപണിയിലെ താരം. നെയ്ത്തുകാരന്റെ കരവിരുതറിയിച്ച് കൈത്തറി വസ്ത്ര വിപണന മേളകൾക്കും തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.